തിരക്കിനിടയിൽ റെക്കോർഡിംഗ് ഓൺ ആക്കി. ഓക്കെ. ഗുഡ് ഈവനിങ് എവരി വൺ. ഇന്ന് നമ്മളെ 66ാമത്തെ യൂണിറ്റ് ടോക്ക് ആണ് കേട്ടോ. നിങ്ങളൊക്കെ ഇത്രയും തിരക്കിനിടയിൽ ഇവിടെ വന്നിട്ടുള്ളത് തന്നെ ഭയങ്കര സന്തോഷം. നിങ്ങൾ സ്വയം ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക കേട്ടോ. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ ഇത്രയും തിരക്കിനിടയിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടാനുണ്ടാവും എന്നുള്ളതാണ്. അപ്പോ എല്ലാവരും ഹാപ്പി അല്ലേ, ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. മെൻഷൻ ചെയ്യുക, നമ്മൾ സ്വയത്തോടൊന്ന് ചോദിച്ചാൽ മതി, നമ്മൾ ഓക്കെ ആണോ അല്ലേ എന്നുള്ളത് ഒന്ന് സ്വയത്തോട് ചോദിക്കുക. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ടോപ്പിക് പോസ്റ്ററിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ടോപ്പിക് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് ക്ലാസ് എടുക്കുന്നത് ഞങ്ങൾ ആരുമല്ല, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് കൂടിയാണ് കേട്ടോ. അത് നമ്മൾ വഴിയെ പരിചയപ്പെടുത്താം. പിന്നെ ഓക്കെ, അത് കൂടാതെ തന്നെ ഇപ്പോ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ 3 കാര്യങ്ങളുണ്ട് അല്ലേ. ആദ്യം തന്നെ ഒരു കുട്ടിയുടെ മൈൻഡ് സെറ്റോട് കൂടിയിട്ട്, അതായത് ക്യൂരിയസ് ആയിട്ട്, കുട്ടികൾ എങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അല്ലേ. ആ ഒരു ക്യൂരിയസോട് കൂടിയിട്ടിരിക്കുക. അതേപോലെ തന്നെ എം ടി കപ്പായിട്ടിരിക്കുക, ശൂന്യായ ഒരു കപ്പ്. അതിലേക്കാണ് നമ്മൾ നിറച്ച് കഴിഞ്ഞാൽ നിറയുള്ളൂ അല്ലേ. നമ്മൾ നിറഞ്ഞതിലേക്കാണെന്നുണ്ടെങ്കിൽ നിറയൂലല്ലോ. അപ്പൊ അതേപോലെ തന്നെ ഒരു എം ടി കപ്പായിട്ടിരിക്കുക. പിന്നെ ഒരു പച്ച മനുഷ്യനായിട്ടിരിക്കുക, നമ്മൾ ജഡ്ജ് ചെയ്യാതെ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താതെ. കാരണം പലരും പല ലെവലില് അറിവുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു പച്ച മനുഷ്യനായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താന്നുള്ളത് നിങ്ങൾ പോസ്റ്ററിലൊക്കെ നോക്കിയിട്ടുണ്ടോ? ഒന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണേ. ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ടോപ്പിക് എന്താ നോക്കിയിട്ടുണ്ടായിരുന്നോ? പിന്നെ എല്ലാവരും മാക്സിമം വീഡിയോ മോഡിൽ വരിക കേട്ടോ. അതായത് തിരക്കുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം വീഡിയോ മോഡിൽ വന്നിരിക്കുക. ഇന്നത്തെ ടോപ്പിക് എന്നുള്ളത് മെന്റൽ ഹെൽത്ത് ആണ് അല്ലേ. കാരണം നമ്മളിപ്പോ ബോഡി ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് മെന്റൽ ഹെൽത്ത് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഡോക്ടറെ കാണിക്കാൻ പോകും. പക്ഷേ നമ്മൾ മൈൻഡ് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കാണിക്കാൻ പോവോ? ഇല്ലല്ലോ. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പരിഹാരങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല. നമ്മൾ മെന്റൽ ഹെൽത്ത് അങ്ങനെ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ബി പി എങ്ങനെയാണ്? ബി പി വരുന്നത് നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ടാണ് അല്ലേ. ഇപ്പൊ ഡോക്ടർ ബി പി കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒരു സർജറി ടൈമിലോ അല്ലെങ്കിൽ ഡെലിവറി ടൈം കാര്യങ്ങളൊക്കെ ബി പി ഭയങ്കര അധികം ശ്രദ്ധിക്കാൻ പറയും. കാരണം എന്താണ്? ഉള്ളിലത്തെ മൈൻഡിന്റെ റിഫ്ലക്ഷൻ ആണ് പുറത്ത് വരുന്ന ആ ഒരു ബോഡി ഹെൽത്തിൽ വരുന്ന ആ ഒരു ചേഞ്ചസ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്നുള്ളത് മെന്റൽ ഹെൽത്ത് ആണ്. എന്തുകൊണ്ട്, എങ്ങനെയാണ് നമ്മൾ മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്, എങ്ങനെയൊക്കെ നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാം, അങ്ങനെയുള്ള ടോപ്പിക്കും കാര്യങ്ങളാണ്. എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് എന്നുള്ളത്. നമ്മളെ യുണീകെക്സ് B1 അതായത് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിലെ സ്റ്റുഡന്റ് ആണ് ഇനായ മാം ആണ് ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഈ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, ആളെ ഇൻവൈറ്റ് ചെയ്യാണ്. ഒന്നും കൂടെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ്. നിങ്ങൾ ഇത്രയും തിരക്കിനിടയിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ സ്വയം ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെല്ലാരെയും ഓരോരുത്തരെയും നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ്. മാക്സിമം വീഡിയോ മോഡിൽ തന്നെ വന്നിരിക്കുക കേട്ടോ. വീഡിയോ മോഡിൽ വന്നിരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടുള്ളൂ. നമ്മൾ വീഡിയോ മോഡ് ഓഫ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം വീഡിയോ മോഡിൽ വന്നിരിക്കുക. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ്. ഇനായ മാം. ഇനായ മാമിന് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായിട്ട് ക്ലാസ് എടുക്കാം ഇൻവൈറ്റ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, ഹലോ, താങ്ക് യു. ഓഡിബിൾ അല്ലേ? ഹലോ, ഓഡിബിൾ ആണോ? ഓക്കെ ഓക്കെ. ഹലോ എവരിബഡി. ഹലോ. കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. റിഫ മാം പറഞ്ഞ പോലെ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരാം കേട്ടോ. ഓക്കെ. ഹലോ, സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് സെൽഫായിട്ട് ഇതിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രോ പറഞ്ഞുതരാം. ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് ആണ്.
അതുപോലെ തന്നെ ഇപ്പം ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആരും എന്താ റെസ്പോണ്ട് ചെയ്യാത്തെ? Yes, yes. അറ്റ്ലീസ്റ്റ് ഓക്കെ. ചാറ്റ് അപ്പം ബോക്സ് ഒക്കെ യൂസ് ചെയ്യാട്ടോ. ഓക്കെ, അതെ, ചാറ്റ് ബോക്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എല്ലാവരോടും വലിയ താങ്ക് യു ഉണ്ട്. കാരണം എന്നെക്കുറിച്ച് ഒന്നും അറിയാണ്ട് എൻ്റെ ക്ലാസ്സിനെ കുറിച്ച്, അതായത് എൻ്റെ ഒരു ഇൻട്രോ ഇല്ലാണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരുന്നത്. ആ ഒരു ഇതിന് വലിയ താങ്ക് യു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? Yeah. ഓക്കെ, നമ്മളിപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചാണ്, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ് ഈ ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും, അല്ലേ? ഇത് ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞ രസമില്ല കേട്ടോ, നിങ്ങളൊക്കെ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യ്. മൈക്കൊക്കെ ഓൺ ചെയ്യ്. Yes, yes. ഓക്കെ, നമ്മൾ ഫിസിക്കൽ ഹെൽത്തിന് നേരത്തെ റിഫമാൻ പറഞ്ഞു, നമുക്കൊരു പനി വന്നാൽ നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോകും. പക്ഷെ നമുക്കൊരു മെൻ്റൽ ഇഷ്യൂ വന്നാൽ നമ്മൾ എത്ര പേര് കൺസൾട്ട് ചെയ്യാറുണ്ട്? നമുക്ക് മടിയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? ഇപ്പൊ മോസ്റ്റ്ലി പേരൻസിനാണ് നമ്മളെക്കാളും ടെൻഷൻ ഉണ്ടായിരിക്കുക. എൻ്റെ കുട്ടിക്ക് എങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, അല്ലേ? ആ ഒരു സാധനം നമുക്ക് ഭയങ്കര എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മളെ പേരൻസ് പറയും എന്താണ് നമ്മളെ മെൻ്റൽ ഹെൽത്ത് നമ്മൾ ഇഷ്യൂ ഉണ്ട്, നമ്മൾ ഒരിക്കലും നമ്മളെ പേരൻസിൻ്റെ അടുത്ത് പോയി പറയോ എനിക്ക് മെൻ്റലി ഞാൻ ഓക്കെ അല്ല അന്ന് നമ്മൾ പറയില്ല. പക്ഷെ നമുക്ക് പനി ഉണ്ട് നമ്മൾ പോയി പറയും, അല്ലേ? പക്ഷെ നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് എടുക്കാറുണ്ട്, അല്ലേ? അതെ, അതെ. അതുപോലെ തന്നെ അതെ, അപ്പൊ നമ്മൾ ഫിസിക്കൽ ഹെൽത്തിന് കൊടുക്കുന്ന അതുപോലത്തെ ഒരു ഇമ്പോർട്ടൻസ് എന്തിനു കൊടുക്കണം? നമ്മുടെ മെന്റൽ ഹെൽത്തിന് നമ്മൾ കൊടുക്കണം, അല്ലേ? അപ്പൊ നമ്മളെ മെന്റൽ ഹെൽത്ത് എങ്ങനെയാണ് നമ്മൾ എന്താ പറയുക, നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാനുള്ള ലെവലിലേക്ക് നമ്മളെ മെന്റൽ ഹെൽത്ത് എങ്ങനെയാണ് മാറുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതെങ്ങനെയാ വരുന്നതെന്ന്? നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് ഒരു മെന്റൽ ഹെൽത്തിന് നമ്മൾ തന്നെയാണ് ഡാമേജ് ആക്കുന്നത്, അല്ലേ? Yes. നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മളിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നമ്മളെ മൈൻഡിലേക്ക് കയറ്റും. അങ്ങനെ എന്താവും അത്? നമ്മളെ മൈൻഡ് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് നമ്മളെ മൈൻഡ് ആകെ ഡൗൺ ആവും. അങ്ങനെയാണ് നമുക്ക് എന്ത് മെന്റലി ഒരു ഇഷ്യൂ വരുന്നത്, അല്ലേ? നമുക്ക് ചെറിയ രീതിക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ചെറിയ പ്രശ്നം വരുന്ന സമയത്ത് നമ്മളിത് ഓവറായിട്ട് ചിന്തിച്ച് കൂട്ടുന്നതാണ് പ്രശ്നമാവുന്നത്. ആദ്യം തന്നെ നമ്മളത് എന്താക്കുക, ചെറിയ രീതിക്ക് അത് സോൾവ് ചെയ്ത് പോവാന്നുള്ളതാണ്, അല്ലേ? Yes. ഓക്കെ, അപ്പൊ നമ്മളെ മെന്റൽ ഹെൽത്തിന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ അതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം? ആരെങ്കിലും ഒക്കെ പറയും എന്തെങ്കിലുമൊക്കെ. സെൽഫ് ലവ്. ഞാൻ ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചിലർ പറയാറില്ല നമ്മൾ ചില കാര്യങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്യാറുണ്ടെന്ന്. നമ്മൾ ചില ജോലികൾ നമ്മൾ ചെയ്യുന്ന ചില ജോലി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നാറുണ്ട്. പക്ഷെ ചിലർ അത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാറുണ്ട്. അതെന്തുകൊണ്ടാണ്? നമുക്കത് ഇഷ്ടമല്ലാതെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്കത് കഷ്ടപ്പെട്ടിട്ടാണ്. അവരത് ഇഷ്ടത്തോടെ ചെയ്യുന്നതുകൊണ്ട് അവർക്കത് ഇഷ്ടപ്പെട്ടവർ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഇഷ്ടത്തോടെ ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഈസി ആവും. ഓക്കെ, Yes. Yes. അതുകൊണ്ട് തന്നെ അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് നമ്മളെ ഇഷ്ടത്തോടെ ചെയ്യാം. കഷ്ടപ്പെടാണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്യാം, അല്ലേ? നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്. നമുക്ക് എല്ലാവർക്കും സങ്കടങ്ങൾ ഉണ്ടാവും, വിഷമങ്ങൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പൊ നമ്മൾ അതൊക്കെ കൂടി വന്നിട്ടാണ് നമ്മളെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നത്, അല്ലേ? ഈ സങ്കടങ്ങളും വിഷമങ്ങളും ആങ്സൈറ്റി ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മളെ മെന്റൽ ഹെൽത്തിന് പ്രശ്നമാവുന്നത്, ശരിയല്ലേ? അപ്പൊ നമ്മളെ മെന്റൽ ഹെൽത്തിന് അത് പ്രശ്നമാവാനുള്ള റീസൺ നമ്മുടെ സങ്കടങ്ങളാണ്. അപ്പൊ നമ്മളത് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ വിഷമങ്ങൾ നമ്മൾ മാക്സിമം അത് എന്താ പറയാ വിഷമിച്ച് തീർക്കാന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഇത്. എന്താ വെച്ചാൽ നമുക്കൊരു സങ്കടം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ അത് സോൾവ് ചെയ്യാം. എന്താണ് വിഷമം എന്നുള്ള രീതിക്ക് നമ്മളത് സോൾവ് ചെയ്യാം. അത് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളത് മാക്സിമം സോൾവ് ചെയ്യാം. അതല്ലാതെ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ച് നമ്മളൊരു ലെവലിലേക്ക് അത് എത്തിക്കുന്നതിനെക്കാട്ടും ബെറ്റർ അത് സോൾവ് ചെയ്യാൻ. ഇപ്പൊ ഇൻ കേസ് അത് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് വിടാൻ മാക്സിമം ശ്രമിക്കുക. പറ്റുന്നതാണെങ്കിൽ അത് വിട്ടുകളയാം. ഓക്കെ,
ഇനിയിപ്പോ പറ്റില്ല, ആ സങ്കടം നമുക്ക് വിട്ടു പോകാനും പറ്റുന്നില്ല, പക്ഷെ നമുക്കത് ഒഴിവാക്കാനും പറ്റില്ല, നമ്മുടെ മൈൻഡിൽ അതിങ്ങനെ സ്റ്റക്ക് ഓൺ ആയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വേറെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ് ചെയ്തിട്ട് നമ്മൾ അത് മെല്ലെ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് ഒരു വിഷം കൊണ്ടുവന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് നല്ലതൊന്നും കിട്ടാണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഉണ്ടോ? ഹലോ, ഇല്ല ഇല്ല. ഓക്കെ, അല്ല ഇത് ഒരാൾ ഓക്കെയാണ്. മാത്രമേ റെസ്പോണ്ട്. ആ ഓക്കെ, എല്ലാരും ഹലോ റെസ്പോണ്ട് ഹലോ ചെയ്യും. ഹലോ ആ ഞാൻ റെസ്പോണ്ട് സാർ, സാർ മതി. സാർ വന്നാൽ എന്താ തന്നെ അവരെല്ലാരും സംഭവം ഓൺ ആയിക്കോളും. ഞാൻ എവിടെയോ ഉള്ളത്, ഞാൻ ഡ്രൈവിംഗിലുള്ളത്, എങ്ങനെയൊക്കെ കാണുന്നൊക്കെ വരുന്നത്. പിന്നെ നിങ്ങള് ആ ഇടക്കിടക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ റെസ്പോൺസ് കുറവായിരിക്കും കേട്ടോ. നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യാൻ തോന്നി ഇവരാരും റെസ്പോണ്ട്. അല്ല അതെന്താ അറിയോ, ഞാൻ ഒന്നാമത് അധികം ആൾക്കാരും വേറെ വർക്കിന്റെ ഇടയിലൊക്കെ ആയിരിക്കും തിരക്കില്. കേറുന്നുണ്ടാവുക. അതെ അതെ, അപ്പൊ ആ അതുകൊണ്ട് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അല്ലേ എന്ന് ചോദിച്ചാൽ അത് ചിലപ്പം എന്തെങ്കിലും ചെറിയ യെസ് ഓർ നോ അടിക്കാൻ പറഞ്ഞാൽ മതി. ആ അങ്ങനെ ആ കൊടുത്താല് ചിലര് വൈ ആ ചിലര് കമന്റ് വൈന്നോ ബോക്സിൽ അല്ലെങ്കിൽ യെസ്. എങ്ങനെ. ആ ആ ഓക്കെ. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങള് അത് ആ എക്സ്പെക്ട് ചെയ്തിട്ട് കാണാത്ത കാണുക വിഷമിക്കണ്ടെന്നാ ഉദ്ദേശിച്ചത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാൻ ഡ്രൈവിംഗിലായതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്തു. മുർഷിദ മാം ഉണ്ട് ഇപ്പൊ തൽക്കാലത്തിന് സപ്പോർട്ട് ചെയ്യാന്. ഓക്കെ ഓക്കെ, തെറ്റ്. ആളാണ് ആൾക്കാർ ആകെ പറയുന്നുണ്ട് റെസ്പോണ്ട്. മിസ്ന മിസ്ന ക്യാമ്പിലായതുകൊണ്ടാ. അതെ, മിസ്സിനുണ്ടെങ്കിൽ മിസ്സിന് ഉഷാറാക്കി തന്നിന്. വെരി സെറ്റ് ആക്കും റിഫൈൻ മുർഷിദുണ്ട്. റിഫൈ മുർഷിദയോ അവര് മാത്രമാണ് ഇപ്പൊ വീഡിയോ മോഡിൽ നിക്കണത്. സെറ്റ് സെറ്റ്, അപ്പൊ റെഡിയാവും, ഫസ്റ്റ് ആണല്ലോ, റെഡിയാവും. ഓക്കെ, അതെ. അപ്പൊ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ട് വന്നത് എന്താ വെച്ചാല് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും ആയിരുന്നു. അപ്പൊ നമ്മള് മെന്റൽ ഹെൽത്ത് ഓക്കെ ആക്കാൻ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മളൊരു പ്രോപ്പർ സ്ലീപ്പ് നമ്മൾ കൊണ്ടുവരിക. അതായത് പ്രോപ്പർ ആയിട്ട് സ്ലീപ്പ് ചെയ്യുക. അതായത് എപ്പോഴെങ്കിലും ഉറങ്ങാണ്ട് ഒരു പ്രോപ്പർ ടൈം ഫിക്സ് ചെയ്തിട്ട് ഒരു പ്രോപ്പർ റുട്ടീൻ ആക്കി മാറ്റുക എന്നുള്ളതാണ്. അത് നമ്മളെ മെന്റൽ ഒരുപാട് ഇമ്പ്രൂവ് ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ പ്രോപ്പർ ഫുഡ് എന്നുള്ളതാണ്. ഉച്ചക്ക് കഴിക്കാതെ ഉച്ചക്കത്തത് വൈകുന്നേരം കഴിക്കുക, രാവിലത്തത് രാവിലെ കഴിക്കുക, ഉച്ചക്കത്തത് ഉച്ചയ്ക്കുക, വൈകുന്നേരത്തത് വൈകുന്നേരം കഴിക്കുക. ആ ഒരു റുട്ടീൻ ആക്കുക. ഞാൻ ആക്ച്വലി ഞാൻ കുറച്ച് മുന്നേ എന്താ പറയാ, ഇതുപോലെ രാവിലത്തെ ഫുഡ് ഉച്ചയ്ക്ക് ഇരുന്ന് ഞാൻ കഴിക്കുക, ഉച്ചക്കത്തത് ഞാൻ വൈകുന്നേരം കഴിക്കും, രാത്രി കഴിക്കില്ല. ഇങ്ങനെ 2 നേരം എനിക്ക് ഫുഡ് കുറച്ച് കാലം ഉണ്ടായിരുന്നുള്ളൂ. അത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി വീട്ടിൽ വെറുതെ ഇരുന്നപ്പോ അങ്ങനെ ആ ഒരു റുട്ടീനിലേക്ക് വന്നതായിരുന്നു. അപ്പൊ ആ റുട്ടീൻ പിന്നെ എന്താണ് കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ ഫിസിക്കൽ ഹെൽത്തിന് എനിക്ക് അത് ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ നൈസായിട്ട് എനിക്ക് ഒഴിവാക്കേണ്ടി വന്നു. അത് ഫിസിക്കൽ ഹെൽത്തിന് മാത്രമല്ല മെന്റൽ ഹെൽത്തിനെ അത് നല്ല രീതിക്ക് ബാധിക്കും. ഓക്കെ, പിന്നെ നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്, പിന്നെ നല്ല രീതിക്ക് നമ്മൾ ബിഹേവ് ചെയ്യുക, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മളെ ഫാമിലി ആയിട്ടായാലും ഫ്രണ്ട്സിന്റെ ആയിട്ടായാലും നല്ല രീതിക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മളെ എന്താ പറയാ മെന്റൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ യോ നോ എന്തെങ്കിലും പറയോ? പറ്റുന്ന പറഞ്ഞാൽ മതിട്ട്. മാം നമുക്ക് ചാറ്റ് ബോക്സിന് അവസരം കൊടുക്കാം. ചാറ്റ് ബോക്സിന് അവസരം കൊടുക്കാം. അത് അവര് ഇതാക്കിക്കോളും. അതെ അതെ, ചാറ്റ് ബോക്സ് ഓക്കെ. ഉഷാറായി അപ്പൊ ഓ ആരും മെസ്സേജ് അയക്കാത്തോണ്ട് എല്ലാരും ഇങ്ങനെ ഇതായി നിൽക്കേന്. ഇപ്പൊ ആരൊക്കെ മെസ്സേജ് അയച്ചപ്പോ ഇങ്ങനെ ഓണായി വരുന്നുണ്ട് അത്. ഓക്കെ, നമ്മളെ മെന്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൂടി അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മളെ പാരന്റ്സ് ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടും നല്ല ടൈം സ്പെൻഡ് ചെയ്യാം. അതായത് ഇപ്പൊ ഇൻ കേസ് നമ്മൾ നാട്ടിലില്ലാത്തവരോ അല്ലെങ്കിൽ വേറെ പുറത്തെവിടെയെങ്കിലും വർക്ക് ചെയ്യണവരോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 hour എങ്കിലും പാരന്റ്സ് ആയിട്ട് സംസാരിക്കുക. ഇപ്പൊ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലേ? പണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. ഇപ്പൊ നമുക്ക് പാരന്റ്സ് ആയിട്ട് സംസാരിക്കാനും നമുക്ക് എപ്പോഴും ഓക്കെയാണ്. നമ്മൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വീഡിയോ കോൾ ഉണ്ട്, വീഡിയോ കോൾ തന്നെ പല നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ഇന്ററാക്ട് ചെയ്യുക പാരന്റ്സിനായിട്ട്. എന്നും ആ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക, ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളെ ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ടെൻഷൻസ് അറിയാറുണ്ടോ?
നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ആ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ അതൊക്കെ മറന്ന് ചിരിക്കാറുണ്ട് അല്ലേ? മേ ബി എനിക്ക് തോന്നുന്നു ഫാമിലിന്റെ കൂടെ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ ഇൻവോൾവ് ചെയ്താൽ നമ്മൾ കുറച്ചും കൂടി ഹാപ്പി ആവാറുണ്ട് അല്ലേ? അതെന്തുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ, അതായത് ഇപ്പോൾ ഒരു ടീനേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ഫാമിലിനേക്കാളും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആർക്കാ? നമ്മുടെ ഫ്രണ്ട്സിനാണ് അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ, ഫ്രണ്ട്സ് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. നമുക്ക് കുറേ പേർക്ക് പല രീതിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും അല്ലേ? അതൊക്കെ എങ്ങനെ ഓരോ ഫ്രണ്ട്ഷിപ്പ് വരുന്നത്? ഓരോ കണക്ഷൻ ത്രൂ വരുന്നതാണ് അല്ലേ? അതുപോലെ തന്നെ അതേപോലെ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മളെ ഫ്രണ്ട്സിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ്. കാരണം ആ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എല്ലാം മറന്ന് നമുക്ക് ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ. ഫാമിലിന്റെ കൂടെ പറ്റൂല എന്ന് പറയല്ല, ഫാമിലിന്റെ കൂടെ പറ്റും. പക്ഷെ ഫാമിലിനേക്കാളും കുറച്ചും കൂടെ ഐ തിങ്ക് ഫ്രണ്ട്സ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു ഏജിൽ, അതായത് നമ്മൾ ചെറുപ്പത്തിൽ മേ ബി എന്താണ് പേരൻസിന്റെ അടുത്തേക്ക് നമ്മളെല്ലാം പക്ഷെ ഇപ്പൊ നമ്മളെല്ലാം പേരൻസിന്റെ അടുത്ത് പറയോ? ഇല്ലല്ലോ. പക്ഷെ നമ്മളെ ഫ്രണ്ട്സിനെ ഓക്കെ. പിന്നെ നമുക്ക് എന്താന്ന് വെച്ചാല് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണെങ്കിൽ നമ്മൾ അത് ചെയ്യാം. ചിലപ്പോൾ ചിലവർ കളിയാക്കും, എന്തെന്നാ ഇത് എന്ന് പറയും അല്ലേ? ചിലർ നമുക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണെങ്കിൽ നമ്മൾ അത് ചെയ്യാം. നമുക്ക് റീൽസ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാം. ഞാനൊക്കെ ചെയ്യാറുണ്ട്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ നല്ല രീതിക്ക് കളിയാക്കാറുണ്ട്. പക്ഷെ ഞാൻ ഓടി ഔട്ട് ചെയ്യൂല. എന്റെ ഫോണിൽ വെറുതെ എന്നിട്ട് ഞാൻ തന്നെ ഇടയ്ക്ക് ഭയങ്കര മൈൻഡ് ഡൗൺ ആയ സമയത്ത് ഞാൻ തന്നെ എടുത്തു നോക്കും. എനിക്കൊരു ചിരി വരാറുണ്ട് അത് കാണുമ്പോൾ. പണ്ടത്തെ സാധനം, അതായത് നമ്മൾ കൊറോണ സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയ ഒരു സാധനം റീൽസിലെ, ആ സമയത്ത് കുറെ സാധനം ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട് ആ സാധനം. ഇപ്പൊ അത് കാണുമ്പോൾ എനിക്ക് തന്നെ ചിരി വരാറുണ്ട്. ഇത്രയും അതുപതനെയായിരുന്നോ ഞാനെന്ന് ആലോചിച്ചിട്ട്. പക്ഷെ അത് നമ്മളെ മെന്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യിക്കാറുണ്ട് എനിക്ക്. കാരണം ഞാൻ എപ്പോഴും ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഞാൻ അത് എടുത്തു നോക്കും. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നമുക്കിപ്പോൾ ഇതേപോലെ സംസാരിക്കാൻ ഇഷ്ടമാണെങ്കിൽ അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പൊ ചിലർക്ക് വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാവും. അതായത് അവർക്ക് ഇപ്പൊ എഡിറ്റിംഗ് ഒക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് പറയാറുണ്ട്. പക്ഷെ ചിലരത് ഇഷ്ടത്തോടെ ചെയ്യാറുണ്ട്. അപ്പൊ അത് അവർക്ക് ബുദ്ധിമുട്ടായി തോന്നില്ല. അത് അവരുടെ മെന്റൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യിക്കും. ഓക്കെ, അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നമ്മൾ എക്സസൈസ് ഡെയിലി ഒരു 20 മിനിറ്റ്സ് ടു 30 മിനിറ്റ്സ് നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യാം. പിന്നെ നമ്മുടെ മിസ്ന മാമിന്റെ ഒരു സാധനം ഉണ്ട്, ടൂൾസ്. എത്ര പേർക്ക് ഇവിടെ മറ്റേ നമ്മളെ ബാച്ചിൽ പഠിച്ച സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും അറിയാൻ മതിയാവും. ടൂൾസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് മിസ്ന പറയലുണ്ട്, എന്ത് പ്രശ്നം ഞാൻ പറഞ്ഞാലും ടൂൾസ് ചെയ്താൽ മതി തിരികെ. ശരിയാണ്, ടൂൾസ് ചെയ്താൽ ഉഷാറാകും. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അതിന് ഞാൻ ഒരിക്കലും ഇത് പറയല്ല കേട്ടോ. പിന്നെ നമ്മൾ ഗുഡ് സ്ലീപ്പ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോപ്പർ ആയിട്ട് നമ്മളൊരു സ്ലീപ്പ് കൊടുക്കുക. പിന്നെ മെഡിറ്റേഷൻ നമ്മൾ ഇവിടെ ചെയ്യലുണ്ടോന്നല്ല, സാറ് നമുക്ക് ചെയ്തു തരാറുണ്ട്. സാറിന് പ്രീവിയസ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. മേ ബി എനിക്ക് തോന്നുന്നു ഇവിടെ ഇതിലെല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാൻ മതിയാവുന്നാ തോന്നുന്നത്. മെഡിറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ കാമാക്കും. പിന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ്, നല്ല രീതിക്ക് വെള്ളം കുടിക്കുക, ഒക്കെ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യിക്കും. പിന്നെ വേറൊരു സാധനമാണെന്നുണ്ട്, എൻവയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്യുക. അതായത് ഇപ്പൊ നമ്മളൊരു വീക്കിലി അറ്റ്ലീസ്റ്റ് ഒരു ബീച്ചിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുക, അതൊക്കെ നമ്മളെ മൈൻഡിനെ ഭയങ്കരമായിട്ട് കാമാക്കും. ട്രിപ്പ് പോവാന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ്. പക്ഷെ ട്രിപ്പ് എല്ലാവർക്കും ചിലപ്പോൾ പോസിബിൾ ആയിരിക്കുന്നില്ല. അപ്പൊ നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും നാച്ചുറൽ അടിപൊളിയായിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്തൊക്കെ നമ്മൾ പോവാം. അതൊക്കെ എന്താവും, നമ്മളെ മെന്റൽ ഹെൽത്തിനെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യിക്കും. ഓക്കെ, നമ്മളെ മെന്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും ഒരേ രീതിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണോ, അല്ലെങ്കിൽ ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? ചാറ്റ് ബോക്സിലെങ്കിലും പറഞ്ഞാൽ മതി. മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണോ, അതോ ഫിസിക്കൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണോ, അതല്ലെങ്കിൽ രണ്ടിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണോ? നിങ്ങളൊരു അഭിപ്രായം. രണ്ടും. ഓക്കെ, രണ്ടും ഒരേപോലെ കൊടുക്കണം എന്നാണോ ഉദ്ദേശിച്ചത്? തോന്നുന്നുണ്ട് ബോത്ത് യെസ്. ഓക്കെ, ശരി. അതെ, നമ്മളെ മെന്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും ഒരേ ലെവലിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പക്ഷെ നമ്മളിൽ എത്ര പേര് അത് കൊടുക്കാറുണ്ട്? ഇപ്പൊ ഞാനടക്കം ഞാൻ പറയുവാണെങ്കിൽ, കാരണം അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഇപ്പം റീസെന്റ് ആയിട്ട് ഇപ്പൊ എനിക്ക് ഇപ്പൊ സൗണ്ടൊക്കെ ചെറിയ ഇഷ്യൂ ഉണ്ട്. പക്ഷെ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു മെന്റൽ ഹെൽത്ത് ഇതുവരെ ഇതിനു വേണ്ടി ഞാൻ ഒരു കൺസൾട്ടേഷൻ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അത് മെന്റലി പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല,
എന്താണ് അത് ചെയ്യാറില്ല എന്നുള്ളതാണ്. ഒരിക്കലും എന്താ പറയാ, പലരും മനസ്സിലാക്കിയൊരു സാധനം എന്താ വെച്ചാൽ, നമ്മൾ ഈ കൗൺസിലിംഗ് തെറാപ്പി എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് എന്തോ മാനസികാരോഗ്യം ഉള്ളത് കൊണ്ട് നമ്മൾ ചെയ്യുന്നൊരു സംഭവമാണെന്ന് പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. അല്ല, ശരിക്കും എന്താ പറയാ, നമ്മളെ മെന്റലി നമ്മളെ ലൈഫ് ഗ്രോ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആക്കണം, നമ്മൾ ചെയ്യുന്നത് പ്രോപ്പർ ആക്കണം എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെന്റൽ ഹെൽത്ത് ആദ്യം അടിപൊളിയാക്കണം. ഓക്കെ. ഇപ്പൊ നമ്മൾ ഫിസിക്കൽ ഹെൽത്തിന്, ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് ഇപ്പൊ ഒരു റീൽ കണ്ടായിരുന്നു. ആ റീലിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് നമ്മൾ ഫിസിക്കൽ ഹെൽത്തിന് ഇപ്പൊ പനി വന്നാലും ജലദോഷം വന്നാലും ചിലപ്പോൾ നമ്മൾ പാരസെറ്റമോൾ, പനി എന്ത് അസുഖം വന്നാലും മോസ്റ്റ്ലി ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന സാധനമാണ് പാരസെറ്റമോൾ. അതായത് പനി വേണ്ട, തലവേദന എന്ത് വന്നാലും പാരസെറ്റമോൾ കഴിച്ചാൽ മതി മാറുന്നത്. പക്ഷെ ഞാൻ കുടിക്കലില്ല കേട്ടോ. ഞാൻ ഹോമിയോ ആണ്. എനിക്ക് എന്താ പറയുക, ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാനില്ല. ഞാൻ ചെറുപ്പം മുതൽ അത് ശീലിച്ചോണ്ട് എനിക്കെന്തോ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്റെ വീട്ടിലിപ്പോ എനിക്ക് എത്ര വയ്യെങ്കിലും എന്നോട് പറയും, നീ എനിക്ക് എത്ര വയ്യ കട്ടുമെന്ന് എഴുന്നേക്കാൻ പറ്റാത്ത രീതിക്കാണെങ്കിലും പാരസെറ്റമോൾ കുടിച്ച പറയും. എനിക്ക് ഹോമിയോപ്പതി നമ്മൾ കാണിച്ചാലേ ഉണ്ടാവുള്ളൂ, അല്ലാതെ പാരസെറ്റമോൾ നിങ്ങൾ ചെയ്ത് വെക്കല്ലോ. അപ്പൊ ഞാൻ വീട്ടും കഴിക്കും. ഇത്രയും ഇടിയുള്ള സാധനമാണ് ഈ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നമ്മൾ കൺസൾട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ പനി വന്നാലും എന്തെങ്കിലും ഇപ്പൊ ചെറിയ എന്ത് വന്നാലും, നമ്മൾ തലവേദന വന്നാലും ഒക്കെ നമ്മൾ കൺസൾട്ട് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മളെ മെന്റൽ ഹെൽത്തിന് അത്ര ഇമ്പോർട്ടൻസ് ആരും കൊടുക്കുന്നതായിട്ട് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ നമ്മളെ ഈ ഒരു നാട്ടില് കൾച്ചർ പ്രകാരം നമ്മളിപ്പോ ഇൻ കേസ് നമ്മൾ സൈക്കോളജിസ്റ്റിനെ കണ്ടു വന്നു എന്ന് പറഞ്ഞ ആൾക്കാർ, ആ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടോ, ആ ഒരു സാധനം വരാറുണ്ട്. എന്താ, പക്ഷെ അത് ആക്ച്വലി ഭയങ്കര അതായത് നമ്മളെ ഫിസിക്കൽ ഹെൽത്തിന് കൊടുക്കുന്ന ആൾക്കാർക്ക് അറിയില്ല ഈ മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്. നമ്മൾ മെന്റലി ഓക്കെ ആയാലേ നമുക്ക് ഫിസിക്കലി ഓക്കെ ആവാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരുപാട് പേര് ഇതേപോലെ എന്താ പറയുക, ഡിപ്രഷൻ, ആങ്സൈറ്റി, അങ്ങനെ പല ഇഷ്യൂവിലും ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യാറുണ്ട് അല്ലേ. പക്ഷെ ഈ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ചിലർ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വരാറുണ്ട്. പക്ഷെ ചിലർക്ക് ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുണ്ടാവും. പക്ഷെ അവർക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്നൊരു സാധനം ഉള്ളിൽ തട്ടിയിട്ട് അവരെന്താക്കും, അത് എടുക്കൂല അല്ലേ. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ സ്റ്റോറി പറയാം. അപ്പം ആള് ഇതേപോലെ എന്താ പറയാ, എല്ലാം പെർഫെക്റ്റ് ആൾക്ക് ഇങ്ങനെ ചിലൊരു എല്ലാം ക്ലീൻ നീറ്റ് ആയിട്ട് വെക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ആള്. അപ്പൊ റീസെന്റ് ആയിട്ട് ആളെ ഫുള്ള് മൊത്തത്തില് എന്താണ് ഡിസോർഡർ ആയിട്ട്, ഒന്നും പെർഫെക്റ്റ് ആയിട്ട് വെക്കുന്നില്ല, ഫുള്ള് എല്ലാം എന്തൊക്കെയോ ഒരു രീതിക്കാണ് ആള് ഇത്. അപ്പൊ പാരന്റ്സ് അത് നോട്ടീസ് ചെയ്തു. എന്താണ്, ആൾക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് ആൾക്കാർ നോട്ടീസ് ചെയ്തു. അങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ഡോക്ടറെ കൺസൾട്ട് ചെയ്ത സമയത്ത് ഡോക്ടർ പറഞ്ഞു ഡിപ്രഷന്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് ആൾ എത്തിയിട്ടുണ്ടെന്നല്ലേ. അങ്ങനെ മെഡിസിൻ കഴിച്ചിട്ടാണ് ആള് ബാക്കപ്പ് ചെയ്തെടുത്തത്. അങ്ങനെ ഒരുപാട് കേസസ് നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പം ആ ഒരു സമയത്ത് ഇപ്പം ആളുടെ പേരൻസ് എന്തത് കൺസൾട്ട് ചെയ്തു, അതിനുള്ള മരുന്ന് കൊടുത്തു. പക്ഷെ എന്താണ്, ഇപ്പൊ ചിലരുണ്ടാവും അത് മോശമായിട്ടുള്ള കാര്യമല്ലേ, ഇനിയിപ്പോ കൺസൾട്ട് ചെയ്താൽ ആ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ടോ, ആൾക്കാരോട് എന്ത് പറയും. ഇപ്പൊ നമുക്കൊരു പനി വന്നാൽ, തലവേദന വന്നാൽ നമുക്ക് പറയാൻ ആരുടെ ഒരു ബുദ്ധിമുട്ടില്ല. പനിയും തലവേദന എന്നല്ല, എന്തൊരു അസുഖം, ഫിസിക്കൽ ഹെൽത്തിന് നമുക്ക് എന്തൊരു പ്രശ്നം വന്നാലും നമ്മൾ ആരും അതിനെ എന്താക്കാറില്ല, ഒന്നും ആരും അതിന് ബോധേഡ് ആവാറില്ല. അത് നോർമലായിട്ട് നടക്കുന്ന ഒരു സാധനം. പക്ഷെ അതുപോലത്തെ ഒരു നോർമലൈസ് ചെയ്യേണ്ട ഒരു സാധനമാണ് എന്ത്, നമ്മുടെ മെന്റൽ ഹെൽത്ത്. പക്ഷെ അതാരും നോർമലൈസ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം അല്ലേ. നമ്മൾ എപ്പോഴും എന്താണ്, നമ്മൾ ഫിസിക്കൽ ഹെൽത്തിന് കൊടുക്കുന്ന സെയിം ഇമ്പോർട്ടൻസ് നമ്മൾ മെന്റൽ ഹെൽത്തിന് കൊടുക്കണം. അപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്തൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളെ ഫാമിലിയിലോ ഫ്രണ്ട് സർക്കിളിലോ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇമ്പോർട്ടൻസ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഫിസിക്കൽ ഹെൽത്തിന് കൊടുക്കണം അതേപോലത്തെ ഇമ്പോർട്ടൻസ് എന്തിനു കൊടുക്കണം, മെന്റൽ ഹെൽത്തിന് കൂടെ കൊടുക്കണം. അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരും. ചിലപ്പോൾ നമുക്ക് ഇപ്പൊ മെന്റൽ ഹെൽത്തിന് ആദ്യം ഇപ്പൊ കുഴപ്പമുണ്ടാവില്ല, ചിലപ്പോൾ ചെറിയ രീതിക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളത് കൺസൾട്ട് ചെയ്യാണ്ട് വരും, അതിങ്ങനെ കൂടി, അതായത് നമ്മളിപ്പോ പനി ഡോക്ടറെ കാണിച്ചില്ലെങ്കിൽ എന്ത് വരും, ആദ്യം കുഴപ്പമുണ്ടാവില്ല ചെറിയ രീതിക്കോ, പിന്നെ അതിന്റെ കൗണ്ട് കൂടി ചിലപ്പോൾ അഡ്മിറ്റ് ആയി, അങ്ങനെ പല രീതിക്ക് വരാം. അതേപോലെ തന്നെ നമ്മളെ മെന്റൽ ഹെൽത്തിന് എന്ത് ചെയ്യാറുണ്ട്, ചിലപ്പം ചെറിയ രീതിക്കേക്കും, പിന്നെ അത് ഹൈ ആയി എന്ന് വലിയ രീതിക്കാവും. ചിലപ്പോൾ നമ്മളത് തെറാപ്പിയിലും അതുപോലെ തന്നെ മെഡിസിൻസിലും നിൽക്കാത്ത സ്റ്റേജിൽ വരെ എത്താറുണ്ട് അല്ലേ. നമ്മളിപ്പോ എന്താ പറയാ, ഒരുപാട് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് പറഞ്ഞൊരു സ്റ്റോറിയാണ് കേട്ടോ. അതായത് അത്യാവശ്യം പഠിക്കുന്ന ഒരാളായിരുന്നു, നല്ല രീതിക്ക് പഠിക്കായിരുന്നു. 10ൽ ഫുൾ A+ ഉണ്ട്, +2 ഫുൾ A+ ഉണ്ട്, നല്ല രീതിക്ക് പഠിക്കുന്ന ഒരാളായിരുന്നു ആള്. പഠിക്കുന്ന സമയത്ത് എല്ലാ പേരൻസ് ഒക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക, സ്വപ്നം കാണുന്നു. മക്കൾ പഠിക്കുമ്പോൾ ഒബ്വിയസ്ലി അവർക്ക് മോൻ ഇങ്ങനെ ആവും അങ്ങനെ. പക്ഷെ പെട്ടെന്ന് ആൾക്ക്
എന്താണ് മെന്റലി എന്തോ ഇഷ്യൂ ആണ്. ഇപ്പൊ ആള് നോർമൽ അല്ല. ആള് എന്താ പറയാ മെന്റൽ എന്തോ ഇഷ്യൂ വന്നതാണ്. എന്താന്ന് ആർക്കും ഇപ്പോഴും അറിയില്ല. കൺസൾട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നീട് ആ പഴയ നോർമൽ സ്റ്റേജിലേക്ക് ആൾ ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ. എന്താന്ന് വെച്ചാൽ അറിയില്ല. അതായത് അതിന് ഇമ്പോർട്ടൻസ് അവരന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് മേ ബി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മേ ബി എന്തെങ്കിലും എന്താ ഇഷ്യൂ എന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല. എന്തോ ഒരു ഇഷ്യൂ വന്നതാണ്. അന്ന് അത് സ്റ്റാർട്ടിങ് സമയത്ത് അത് കൺസൾട്ട് ചെയ്തില്ല. കൺസൾട്ട് ചെയ്യാത്തത് കൊണ്ട് അത് കൂടി കൂടി ഇപ്പം ലൈക്ക് എന്താ പറയാ നമുക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്കാണ് ആള് അബ്നോർമൽ ആണ് ഇപ്പം. അപ്പൊ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് കാണുന്ന പല രീതിക്കുള്ള ആൾക്കാരും ഇതേപോലെ നിൽക്കുന്നവരുണ്ടായിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ ലൈഫ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഹെൽപ്പ് അതല്ലേ. നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? അതിനെ കൊണ്ട് ഇല്ലല്ലോ. ഒരാൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര നല്ല കാര്യമാണ്. അപ്പൊ നമുക്ക് നമ്മളെ ചുറ്റുമുള്ള ആരെങ്കിലും ഇതേപോലെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുക? ഒന്നെങ്കിൽ അവർക്ക് ഇമ്പോർട്ടൻസ് ചിലപ്പോൾ അറിയാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും മേ ബി ഈ സാധനം ആദ്യം ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ച് അറിഞ്ഞപ്പോഴാണ് നമുക്ക് എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി തുടങ്ങിയത് അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക, കൺസൾട്ട് ചെയ്യാൻ പറ്റാൻ നമ്മളെ കൊണ്ട് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ? ഇനി ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടോ? ചോദിക്കുക. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കി. നമ്മളെ ഹയ മാം വീഡിയോ മോഡിലൊക്കെ വന്നിട്ടുണ്ട്. അതെ, എന്തോ ഹയ ചോദിക്കി. ഹയ ചോദിക്കാനുണ്ട്. എന്തേലൊക്കെ ചോദിക്കി. എന്തേലൊക്കെ ഞാൻ പറയട്ടെ. മാമൊന്നും വിളിക്കില്ലേ? ഞാൻ എന്നാ ഹയ ഇന്നേ പറ. ഞാൻ ഇന്ന് ഇനയ മാമിന്റെ ക്ലാസ് ആയതുകൊണ്ട് വേഗം കയറിയിരിക്കുക. ഞാനിങ്ങനെ പോസ്റ്റർ കണ്ടിരുന്നേ. ഞാനൊരു ബുക്ക് വായിച്ച ആ ഒരു ഫ്ലോയിൽ ഇരുന്ന് പോയി. ടൈം പോയത് ഞാൻ അറിയുകയേ ചെയ്തില്ല. ഒരു 15 മിനിറ്റിന് ശേഷമാണ് ഐ തിങ്ക് ഞാൻ കയറുന്നത്. ഇപ്പൊ ഇന്ന് പറഞ്ഞ ക്ലാസ്സുകളില് ഇപ്പൊ നമുക്കറിയാലോ, നമ്മളിപ്പോ പറയുന്നുണ്ട് ഫിസിക്കൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, മെന്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ കൂടെ ഐ തിങ്ക് ഒരു കാര്യം കൂടി നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ഡെയിലി ഒരു ഡേ നമുക്ക് വിൻ ചെയ്യാൻ പറ്റിയ എന്താ 3 കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. ഒന്ന് സ്പിരിച്വൽ വിന്ന്. യെസ്, സ്പിരിച്വൽ വിന്ന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നമ്മളിനിയിപ്പോ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പറയും അതിന്റെ ഒന്നും ആവശ്യമില്ല, അതില്ലാതെ സക്സസ് ആവൂല. ആവും, ഓഫ് കോഴ്സ് ആവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിലെന്തുണ്ടാവില്ല, ഒരു പീസ് ഉണ്ടാവില്ല, ഉള്ളിന്നൊരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ മാം പറഞ്ഞ പോലെ തന്നെ സ്പിരിച്വൽ വിന്നും മെന്റൽ വിന്നും ഫിസിക്കൽ വിന്നും ഇത് 3 ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ ഡേ എന്നുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഒരു അവർ മോർണിംഗിൽ ഒരു അവറും ഉറങ്ങാൻ കിടക്കുന്നതിന്റെ നൈറ്റ് ഒരു അവറും, ഈ 2 ടൈം ഗോൾഡൻ അവേഴ്സ്. ഇത് വേറെ ഒന്നിനും കൊടുക്കരുത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയക്ക് കൊടുത്താ സത്യം. ഞാൻ 100% യോജിക്കുന്നു. ഞാൻ ലാസ്റ്റ് ഒരു റീല് കാണാൻ വേണ്ടി എനിക്ക് ഫോൺ എടുക്കുക, പക്ഷെ ഒരു 10 റീല് കണ്ട് 20 റീല് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഉറങ്ങാം. അത് എല്ലാവരുടെയും ഒരു റുട്ടീനിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നേ, മാമിന്റെ സൗണ്ട് കേട്ടാ മനസ്സിലാവും തീരെ വയ്യാന്ന്. ഞങ്ങൾ ക്ലാസ് എടുത്തല്ലോ. ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. ഓരോരുത്തർ അതെന്താ വെച്ചാൽ പനി ഇന്ന് അസുഖങ്ങളൊക്കെ, അതെ, അസുഖങ്ങളൊക്കെ വളരെ പെട്ടെന്നാണ് വേറെ. ഇന്നലെയാണ് എനിക്ക് പനി വന്നത്. ഞാൻ ഇന്നലെ തന്നെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു അബദ്ധം പറ്റി. എന്താ വെച്ചാല് മെഡിസിൻ കഴിക്കാൻ വിട്ടുപോയി. രാവിലത്തെ മെഡിസിൻ ഉച്ചക്കാണ് കഴിച്ചില്ല. അപ്പൊ ആ ഒരു ഇതാണ്, അല്ലെങ്കിൽ ഒന്ന് സെറ്റായി വരണ്ടേനി. രാവിലെ കഴിക്കാൻ മറന്നുപോയി. അപ്പൊ അതാണ് പെട്ടുപോയത്. പിന്നെ കുറച്ച് ട്രാവൽ ചെയ്തിട്ടാണ് വരുന്നത്. ഞാൻ ഇന്ന് കുറച്ച് അധികം ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ക്ഷീണാണ്. ഞാൻ വന്ന പാടെ ഡ്രസ്സ് ഒന്നും മര്യാദയ്ക്ക് ചേഞ്ച് ചെയ്തിട്ടില്ല. ആ ഒരു look, അല്ലെങ്കിൽ ഡ്രസ്സ് മാറ്റി വരാനുള്ള ടൈം എനിക്കില്ലേനി. അപ്പൊ ആ ഒരു എനർജി ലോസ് ഇവിടെ കാണാൻ പറ്റും. അതാണ്. ഞാൻ അഫ്സൽ സാറ് മെസ്സേജ് പറഞ്ഞു. സാറോട് ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ ചെറിയൊരു പനിന്റെ ചെറിയ ഇഷ്യൂ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല, ഞാൻ ക്ലാസ് എടുക്കും. അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും എടുക്കും എന്ന് പറഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്തായാലും മാം ഇന്ന് പറഞ്ഞ കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു വിഷയമാണ്. നമുക്കൊക്കെ ഇത് അറിയെങ്കിലും നമ്മൾ അത് ഇഗ്നോർ ഇമ്പോർട്ടൻസ് ചെയ്തു. കൊടുക്കില്ല. യെസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡ്രീം എന്തൊക്കെ പറഞ്ഞ് ഓടുന്ന സമയത്ത് നമ്മൾ വിട്ടുപോകും ഈ സംഭവമൊക്കെ. ഫ്യൂച്ചറിന് വേണ്ടി നമ്മൾ ഒബ്സസ്ഡ് അപ്പൊ പ്രസന്റ് നമ്മൾ മറക്കുക. ഒരു പ്രശ്നമാണത്. ഇയാള് പറഞ്ഞ പോലെ സ്പിരിച്വൽ എനിക്ക് ഭയങ്കര, ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. പിന്നെ ഞാൻ ഇതിൽ ഫിസിക്കലും മെന്റലും ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന്റെ കാര്യം പറഞ്ഞത്. ഇയാളെ പോലെ സത്യമാണ്, നമുക്ക് ആ ഒരു സ്പിരിച്വൽ ഇല്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. നമ്മളെ മൈൻഡിൽ ഇങ്ങനെ കളിക്കും.
അത് ചെയ്തിട്ടില്ലല്ലോ, ആ സംഭവം നമ്മളിങ്ങനെ ഉണ്ടാവും. അപ്പൊ അത് ചെയ്താലാണ് ആക്ച്വലി അത് കംപ്ലീറ്റ് ആവുക. അല്ലെങ്കിൽ നമുക്ക് അതിനൊരു Yes. എന്താ ഒരു കംപ്ലീറ്റ്നെസ് ഉണ്ടാവില്ല. യെസ്. ഇപ്പൊ മാമിനെ അറിയാം, നമ്മൾ ഈ NSSന് പോകുന്ന സമയത്ത് ഈ ക്യാമ്പ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിന്റെ മൂന്നിന്റെയും കൂടി ഒരു കൊളാബറേഷൻ ആണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു 7 days ക്യാമ്പ് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അറിയാം, NSSലുള്ളവർക്ക് അത് വേറൊരു വൈബ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ ഇല്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഈ ടൈമിലൊക്കെ ക്യാമ്പിലായിരുന്നു. ഇപ്പൊ +2 ആയതുകൊണ്ട് ക്യാമ്പൊന്നും ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ആണോ? എക്സ്പീരിയൻസ് വേണ്ട ലെവലായിരുന്നു. അപ്പൊ എനിക്ക് അതാ ഓർമ്മ വന്നു മാം പറഞ്ഞ സമയത്ത് ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും ഒക്കെ. ഞാൻ മിസ്സിനെ ആക്ച്വലി ഇതുവരെ പോയതാണ് NSS NSS ക്യാമ്പിൽ ക്യാമ്പിൽ. പോയത്. ഓ ഞാൻ ഇതുവരെ ആയിക്കോട്ടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനത്തെ ക്യാമ്പുകളും കാര്യങ്ങളൊന്നും. NSS ക്യാമ്പ് അങ്ങനത്തെ ഒരു ക്യാമ്പും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ, അങ്ങനെ ഫോണൊന്നും ഇല്ലാണ്ട്. ഞാൻ ഇടയ്ക്ക് ട്രൈ ചെയ്യാറുണ്ട്, അതായത് സോഷ്യൽ മീഡിയ ഒക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ട് അങ്ങനെ 1 week 2 week ഒക്കെ ഞാൻ നിൽക്കാറുണ്ട്. പക്ഷെ കംപ്ലീറ്റ് ചെയ്ത് വാട്സപ്പ് എപ്പോഴും നമുക്ക് വേണമല്ലോ, അത് നമ്മുടെ ഡെയിലിയിൽ ഒരു പാർട്ടാണല്ലോ, നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അതാണ് പ്രശ്നം. അപ്പൊ നമ്മൾ എന്ത് നല്ല ചെയ്യുകയാണെങ്കിലും ക്ലാസ് അത് ആയിരുന്നു കേട്ടോ. ഓക്കെ, നല്ല താങ്ക് ക്ലാസ് യു. നിങ്ങളുടെ പനി കൂടി ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു എനർജി ഉണ്ടായിരുന്നു. എന്തോ നല്ല ആൾ കണ്ണു മനസ്സിലാവുന്നു. വെച്ചത്. കുഴപ്പമില്ല, നോ ഇതുവരെ പ്രോബ്ലം. മാഷാ ഇതുവരെ പ്രശ്നമില്ല. ഞാൻ അങ്ങനെ ആലോചിച്ച് ചെയ്തു, ഇതുവരെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഇനി. ഇന്നലെ കറക്റ്റ് ആണ് എനിക്ക് ആ ഒരു ഇത് വന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്കിത് സ്ഥിരമാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്ന് വന്ന് കണ്ട് സമ്മതമൊക്കെ വാങ്ങിയിട്ടേ പോവാറുള്ളൂ. വിനായ മാം അതെന്താ സംഭവം എന്നറിയോ? ആ, അത് അത് പടച്ചോന്റെ പരീക്ഷണാണ്. ദാറ്റ് മീൻസ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് ആ ഓപ്പർച്യൂണിറ്റി സമയത്തും അത് അതിന്റെ എന്താണ് എന്തെങ്കിലും അപായം പറഞ്ഞിട്ട് അത് ഒയ്യാൻ നോക്കുകയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ നോക്കുകയാണ്. അതെ, പഠിച്ച പരീക്ഷിച്ചാണ്. അങ്ങനത്തെ ഒരു എനർജി ലോസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ചെറിയ രീതിയിലുള്ള ആ പക്ഷെ കാരണം എനിക്ക് സാധാരണ വരുന്ന അത്ര ഹൈപ്പ് ലെവലിൽ എത്തിയിട്ടില്ല. അത് തുടക്കമായത് കൊണ്ടാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഈ പനി. എനിക്ക് ആക്ച്വലി ഇമ്മ്യൂണിറ്റിന്റെ പവർ ഉണ്ട്. അല്ലല്ലേ, അങ്ങനെ പറയരുത്. അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിലും പറയാൻ പാടില്ല കേട്ടോ. പിന്നെ എനിക്ക് ഇന്ന ഓർമ്മയായത് 3 കൊല്ലം മുന്നേ ഞാൻ വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോ ഇതേ എനർജിയിൽ എന്നാ ചെയ്ത് എനിക്ക് ജലദോഷവും പനിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോ നിങ്ങൾക്ക് പക്ഷെ മാമിന് പണി ഉണ്ടായിരുന്നെങ്കിലും പോയിന്റും കാര്യങ്ങളൊന്നും നിങ്ങൾ വിട്ടിട്ടില്ല കേട്ടോ. പറയണ്ടൊക്കെ നിങ്ങൾ പറഞ്ഞു. നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫീഡ്ബാക്ക് ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാൻ? ക്ലാസ് മെന്റൽ ഹെൽത്ത് ഒന്ന് റിലാക്സ് ആയി, അൽഹംദുലില്ലാ. വർക്ക് പ്രഷർ ആയിരുന്നു. ഇനായ മാം കേട്ടില്ലേ? കാണുന്നുണ്ട്. കാണുന്നുണ്ട്. ആർക്കെങ്കിലും നെക്സ്റ്റ് ഫീഡ്ബാക്ക്? എന്തെങ്കിലും ഫീഡ്ബാക്കോ ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോളും കേട്ടോ. ചോദിക്ക്. എന്തുണ്ടെന്നുണ്ടെങ്കിലും ചോദിച്ചോളൂ, ആൾ ഇവിടെ തന്നെ ഉണ്ട്. ഇനായ മാം പനിയാണെങ്കിൽ നമുക്കായി സമയം മാറ്റി വെച്ചിട്ടുണ്ട്. ആരെന്താ മിണ്ടാത്ത? ആരെങ്കിലൊക്കെ ആരോ ഇവിടെ മോഡൊക്കെ ഓണാക്കി. വീഡിയോ മോഡ് ഓണാക്കിയിരിക്കുന്നുണ്ടല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാണ്ടെങ്കിൽ പറയാം കേട്ടോ. എന്തെങ്കിലും ആഡ് അതായത് ചെയ്യാനോ. ഇപ്പൊ എന്റെ ഫസ്റ്റ് സെഷനാണ്. ആർക്കും ഒരു അതെ ഡൗട്ടും ഇല്ല. ഇമ്പ്രൂവ് പിന്നെ കുറഞ്ഞ സമയത്ത് അങ്ങോട്ട് വാരി നിറഞ്ഞു കൊടുത്തണ്ട് എല്ലാവർക്കും തോന്നുന്നുണ്ട്. അല്ല, ഇത് എന്തൊക്കെ എന്റെ കാര്യത്തിൽ ഇമ്പ്രൂവ് ചെയ്യണം. ഒന്നാമത് എന്റെ ഫസ്റ്റ് സെഷനാണ്. അപ്പൊ അതിൻ്റെതായ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഉണ്ടാവും. അപ്പൊ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം, എന്നും പറയാം. ഓക്കെ, നമുക്ക് ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സെഷൻ വെക്കണേ. നെക്സ്റ്റ് ടോപ്പിക് സ്പിരിച്വൽ ആയിക്കോട്ടെ. ഇത് നമ്മുടെ പുതിയ ആളാണ് തോന്നുന്നുണ്ട്. ഇത് നമ്മുടെ എല്ലാ ശനിയാഴ്ചയും ഫ്രീ ആയിട്ട് രാത്രി 8 മണിക്ക് നടക്കാറുള്ള സെഷൻസ് ആണ്. ചിലപ്പം ഓരോരോ ഗസ്റ്റുകളാണ് വരാറ്, അല്ലെങ്കിൽ നമ്മളെ സ്വന്തം ഹഫ്സൽ സാർ ആണെങ്കിൽ അധികം ക്ലാസ് എടുക്കല്.
അതിന്റെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു ആ സമയത്തിന് ഗുളിക കഴിക്കാൻ പറഞ്ഞത്. എന്റെ 2-3 ഫ്രണ്ട്സ് ഇതിൽ കേറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ക്യാമറ ഓൺ ചെയ്യരുതെന്ന് അവരെടുത്ത്. അതുകൊണ്ട് മേ ബി അത് അവരെന്നാണ് ചാൻസ്. അത് അത് നിങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മളെ ബ്രാൻഡ് ന്യൂ പ്രോഗ്രാമിന്റെ ഫീഡ്ബാക്ക് പറഞ്ഞതിന്റെ അടിയിൽ ആരൊക്കെ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. എന്റെ ഫ്രണ്ട്സ് കമന്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് ആ ഗുളിക അത്യാവശ്യം കമന്റ് വന്നിട്ടുണ്ട്, ഒക്കെ എന്റെ നെഞ്ചത്തേക്കാണ്. അത് നിങ്ങളെ പേര് മെൻഷൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതെ, എനിക്ക് കുറെ ആൾക്കാർ ഇത് പേഴ്സണലി ഷെയർ ചെയ്തിട്ടുണ്ട്, എന്റെ ഫ്രണ്ട്സ് തന്നെ. നല്ലൊരു ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾക്ക് എന്നുള്ളത് മനസ്സിലായി. അതായത് ഒന്നാമത് അതിന്റെ തമ്മനയിൽ എന്റെ ഫോട്ടോ അല്ലേ, അപ്പൊ കുറെ പേര് അത് നോക്കിയിട്ട് എനിക്ക് അയച്ചിട്ടുണ്ട് ആ വീഡിയോ. ഇനാമ കാണുന്ന പോലെ ഒന്നല്ല, വലിയ പുള്ളിയാണ് അപ്പൊ. അതെ അതെ, അതെ, അപ്പൊ ഇനി ആർക്കും കുറെ ഫീഡ്ബാക്ക് ഫ്രണ്ട്സ് ഒന്നും ഉണ്ട്. കുറെ പേര് എനിക്ക് അതായത് ഫോട്ടോ ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത് ലിങ്ക് കൊണ്ട ഞാൻ പറഞ്ഞേ ലിങ്ക് ഞാൻ തരൂല എന്ന് പറഞ്ഞു. പിന്നെ ക്യാമറ ഓൺ ചെയ്ത് തരുന്ന ഓരോരുത്തരെ പിടിച്ചിരുത്തിയതാണ്. ഏതായാലും നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. നിങ്ങൾ പറഞ്ഞ പോലെ മെന്റൽ ഹെൽത്തിന് വേണം ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ പനി വന്നാൽ വേഗം ഓടും ഡോക്ടറെ കാണിക്കാൻ. മറ്റേത് വേറുള്ള പ്രശ്നം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്താ ഇപ്പൊ പറയാ, മറ്റുള്ളവർ എന്തെങ്കിലും വിചാരിക്കോ. ഇനി മാനസികപരമായി നമ്മൾ പെട്ടെന്ന് അങ്ങനെയുള്ള ചിന്തിക്കുക. മാനസികപരമായിട്ട് എന്തെങ്കിലും ചെറിയൊരു മെഡിസിൻ കൊടുത്താൽ പിന്നെ അത് കലാകാലം ഒരു ന്യൂസ് വന്നിട്ട് പുറത്ത് വിട്ടാൽ മതി, പിന്നെ അത് കലാകാലം അവരന്ന് അങ്ങനെ മെഡിസിൻ ഉണ്ടാവും. കുടിച്ചിരുന്നു, അപ്പൊ അത് ഏതിനാന്നൊന്നും അറിയൂല. എന്തോ കുഴപ്പമുള്ള കുട്ടിയാ. ഏതായാലും അടിപൊളിയായിരുന്നു. ഓക്കെ, ഏതായാലും മാം ഒരു പനി കാര്യം പറയട്ടെ. ഞാനൊരു പറഞ്ഞോ. സജഷൻ പറയാം. ക്ലാസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ടൈം എടുക്കാണെന്ന് തോന്നൂല, ഭയങ്കര കോൺഫിഡൻസോടെ തന്നെയാണ് എടുത്തത്. അപ്പോൾ ഇതിന്റെ കൂടെ ഞാനൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം. മെന്റൽ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സൊസൈറ്റിയിൽ പലർക്കും ഇതിപ്പോ സപ്പോസ് ഒരു ഡിപ്രഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ഡിപ്രഷൻ ആണ് എന്ന് തിരിച്ചറിയാനും കുറച്ച് താമസമുണ്ട്. ഇപ്പം മച്ച് ബെറ്റർ ആണ്. ഈ അസുഖം, അതായത് അതിന് ചില സിംറ്റംസ് ഒക്കെ കാണുമ്പോൾ ഇത് ഇന്ന ഒരു അസുഖം കൊണ്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്നുള്ള ഒരു അറിവുകേട് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഡിലേ ആയിട്ട് അതിന്റെ ഒരു എക്സ്ട്രീം ലെവലിൽ ഇത് ഇന്നൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ്, അപ്പൊ ഇനി പോയി നമ്മൾ ട്രീറ്റ് ചെയ്യണമെന്ന് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പലരും മനസ്സിലാക്കുന്നത്. യെസ് യെസ്, അത് മാം പറഞ്ഞ കറക്റ്റ് ആണ് കേട്ടോ. മാമിന്റെ പേരെന്തായിരുന്നു? ഷീന. ഓക്കെ ഓക്കെ, മാം പറഞ്ഞ കറക്റ്റ് ആണ്. നമുക്ക് പേരൻസിനോട് പറഞ്ഞാലും അതൊക്കെ എന്റെ തോന്നലാണ് എന്നൊക്കെ പറയാ. കാരണം പേരൻസിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അവർക്ക് അറിയൂലല്ലോ എന്താണ് എന്നുള്ളത്. വേറെ ഫ്രണ്ട്സിനോട് പറഞ്ഞാലും അതൊക്കെ എന്റെ ചില ആളുകൾ അതെന്റെ അഭിനയാണെന്ന് പറയും. അങ്ങനെ അതിന് പല കറക്റ്റ് ഒരു ആൻസർ കൊടുക്കാതെ ഇങ്ങനെ ഇതാക്കി കൊണ്ടുപോവാണ് ചെയ്യുക. അത് ആരുടെയും തെറ്റല്ല, അത് പലർക്കും അറിയാത്തത് കൊണ്ടാണ്. അത് ഇഗ്നോർ ചെയ്ത് വെക്കുമ്പോൾ അതിന്റെ ഒരു എക്സ്ട്രീം ലെവലിൽ എത്തുമ്പോഴാണ് അത് തിരിച്ചറിവായിട്ടുള്ളതും കൊണ്ടുപോയി കാണിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വരുന്നതും. അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളെ മീഡിയ വളരെ ഉഷാറായതുകൊണ്ട് പലർക്കും പല അറിവുകളും കിട്ടുന്നതുകൊണ്ട് കുറച്ചും കൂടി അലേർട്ട് ആണെന്ന് തോന്നുന്നു. നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അങ്ങനെ എല്ലാ കേസും, ഡിപ്രഷനും എന്ത് കേസസ് ആണെങ്കിലും കുട്ടികളുടെ കേസ് ആണെങ്കിലും ഒക്കെ. അപ്പൊ എന്തായാലും ഇതുപോലുള്ള സെഷൻസ് നടത്തുന്നതുകൊണ്ട് ഞങ്ങൾ പോലുള്ളവർക്കൊക്കെ ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട്. പിന്നെ അൽഹംദുലില്ലാ ഉഷാറായിട്ട് പോട്ടെ നിങ്ങളുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ. അതുപോലെ മാം പറഞ്ഞ പോലെ ഇപ്പൊ ഇത് പറഞ്ഞു എന്താണ് ഡിപ്രഷൻ, ഇതൊന്നും ആൾക്കാരിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിവുണ്ട് ഇതിനെ കുറിച്ച്. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് ഇതിനെ കുറിച്ച് മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കാം, പ്രത്യേകിച്ച് നമ്മുടെ പേരൻസിന്റെ അടുത്തൊക്കെ സംസാരിക്കാൻ നമ്മളിപ്പോഴും ഒരു ടെൻഷനാണ്. നമുക്കിപ്പോ ഒരു മെന്റൽ ഇഷ്യൂ ഉണ്ട് എന്ന് പറയാൻ നമുക്ക് പേരൻസ് അത് എങ്ങനെ എടുക്കും എന്നുള്ള സാധനം പല ആളുകളുടെ ഉള്ളിൽ നമുക്ക് ആക്ച്വലി അതൊക്കെയാണ് ആദ്യം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരേണ്ട സാധനം. ഇപ്പൊ റീസെന്റ് ആയിട്ട് കുറച്ച് മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയ ഒരു റീൽ ഉണ്ടായിരുന്നു. ഒരു ഫിലിം ആക്ട്രസ് എന്ന് തോന്നുന്നു, ആള് പറയുന്ന ഒരു സാധനം എന്താ വെച്ചാൽ ഈ ഡിപ്രഷൻ സ്റ്റേജിനെ കുറിച്ചിട്ട്, ഈ ഡിപ്രഷൻ ആങ്സൈറ്റി ഈ ഒരു സ്റ്റേജിനെ കുറിച്ചാണ് ആള് പറയുന്നത്. അതിൽ പറയുന്ന ഒരു സാധനം ഇതെന്താ വെച്ചാൽ പ്രാന്ത് തന്നെയാണ് എന്നാണ് ആള് പറയുന്നത്. പക്ഷെ അത് ആക്ച്വലി അത് ഡീപ്പായിട്ട് എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്തവർക്കേ അറിയുള്ളൂ അതിന്റെ റിയൽ എന്താണ് അതിന്റെ ഒരു ഇതെന്ന്. അത് അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ ഭയങ്കര ബുദ്ധിമുട്ട്. നമുക്ക് ഏതൊരു ഇമോഷൻ ആയാലും സങ്കടമായാലും വിഷമമായാലും അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അത് ഇമ്പാക്ട് എന്താണെന്ന് മനസ്സിലാവുക. ഇപ്പൊ ഈ ഡിപ്രഷന്റെ കേസിലും മാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ തന്നെയാണ് വരുന്നത്. നമ്മളത് മാക്സിമം എന്താണ് എല്ലാവരിലേക്ക് എത്തിക്കുക, അത് നോർമലൈസ് ചെയ്യുക. അതായത്
ഫിസിക്കൽ ഹെൽത്തിനെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കണം എന്നുള്ള സാധനം നമ്മൾ നോർമലൈസ് ചെയ്യാന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മളെ വരുമ്പോഴാണ് അത് റിയലൈസ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അതായത് മാം നമ്മളെ ലൈഫിൽ എല്ലാം കയറി വരണമെന്നില്ല, പക്ഷെ പലരുടെ അനുഭവങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മളെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അബ്സല്യൂട്ട്ലി നമുക്ക് നാളെ വേറൊരാളത് കേൾക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ കൊണ്ട് കാണിക്കണം അല്ലെങ്കിൽ നമ്മൾ ചെയ്യണം. ഈവൻ പാരന്റിങ് ആണെങ്കിലും ശരി, മക്കളുടെ കേസ് ആണെങ്കിലും ശരി, നമ്മൾ അങ്ങനെ മക്കളെ ട്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ മക്കളോട് അങ്ങനെ ഒരിക്കലും പറയരുതെന്ന് നമുക്ക് പലരുടെ അടുത്തുനിന്നും കിട്ടുന്ന അറിവുകളും നമ്മൾ ഇതുപോലെ ചെയ്യണം. നമ്മുടെ ലൈഫിൽ തന്നെ വന്നാൽ നമുക്കത് ക്യാച്ച് ചെയ്യുള്ളൂ എന്നാവരുത്. നമ്മൾ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ സൊസൈറ്റിയിൽ നിന്നും കിട്ടുന്നതിൽ നമ്മൾ നല്ലതൊക്കെ എടുത്തിട്ട് നമുക്കും വേണ്ടിയിട്ടും നമുക്ക് പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ടും ഷെയർ ചെയ്യാനും ശ്രമിക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കലായോ? ഇല്ല 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 ഇവിടെ അല്ല, നമുക്ക് അറിയുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? ഫസ്റ്റ് ടൈം ആണോ കേറുന്നത്? അതെ, ഫസ്റ്റ് ടൈം ആണോ? എങ്ങനെ ഞാൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ചായിട്ടുണ്ട്. ഞാൻ മുർഷിദല്ലേ, മുർഷിദൊക്കെ ഞാൻ മെസ്സേജ് അയച്ചിരുന്നു ബുക്കിന്റെ കേസിനൊക്കെ. അപ്പൊ പലരും പറയുന്ന കേൾക്കാറുള്ള ഒരു സ്ഥിരം വാചകമായിട്ട് എനിക്ക് തോന്നാറുണ്ട്, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചാലേ നമുക്ക് അതിന്റെ ഒരു ആഴം മനസ്സിലാവുള്ളൂ. അത് വെറുതെ പറയുന്ന അത് നമ്മള് അനുഭവിക്കാത്തതെല്ലാം നമുക്ക് കെട്ടുകഥകളാണ് എന്ന് പറയുമല്ലോ ബെന്യാമിൻ പറഞ്ഞ പോലെ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ, നമ്മൾ കറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യുന്നത്. നമുക്ക് മനസ്സിലാവും, പക്ഷെ അത് കറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവാന്ന്. അത്ര ഞാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായും മാം പറഞ്ഞ കറക്റ്റ്. അപ്പൊ എന്റെ ലൈഫിൽ എന്തെങ്കിലും വരുമ്പോഴാണ് അതിന്റെ ഓപ്ഷൻസ് എനിക്ക് പറഞ്ഞുതരാൻ പറ്റാ. ചിലപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഇതായിരിക്കും, ഇതായിരിക്കും. പക്ഷെ മാമിനെ പോലെ അല്ലെങ്കിൽ ഇതുപോലെ ഇറങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് നല്ല ഒബ്സർവേഴ്സ് ആയിരിക്കും. അപ്പൊ അവർക്കും ഒരുപാട് എക്സ്പീരിയൻസ് പറയാനുണ്ടാവും, ഒരുപാട് അറിവുകൾ ഷെയർ ചെയ്യണ്ടാവും. അത് കേൾക്കാൻ നമ്മളുള്ള സാധാരണക്കാർ നിൽക്കുമ്പോൾ നമുക്കും നല്ലത് തന്നെയാണ് അത്. ഞാൻ ആർക്കെങ്കിലും ഫീഡ്ബാക്ക്? നല്ല കേട്ടോ, ആ ഒരു ഫ്ലോയില് കറക്റ്റ് പോയി. ഞാൻ ഇനായ മാമിന്റെ ക്ലാസ് ഞാൻ പ്രസന്റേഷൻ ടൈമിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് ആളെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ. ഞാനും ഫസ്റ്റ് ടൈം ആണ്. മിസ്സിനായിരുന്നു ഉണ്ടായിരുന്നെന്ന് തോന്നുന്നില്ലേ? നിങ്ങൾ പ്രസന്റേഷൻ സമയത്തായിരുന്നു വീട്ടില് മാരേജ് ബ്രദറിന്റെ. അപ്പൊ നമ്മൾ അതിന്റെ ഓട്ടത്തിലാണ്. ആളെ ക്ലാസ് ഭയങ്കര ഫ്ലോയില് പോയി. അപ്പൊ ഇതില് കൂട്ടിച്ചേർക്കാനുള്ളത്, നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ഇഷ്യൂസും കാര്യങ്ങളും, അതായത് മെന്റലി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു അവെയർ ആയിട്ട് ഇരിക്കുക. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഒരു പ്രശ്നം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് പറയുന്നുണ്ടാവും, ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് പറയുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ജഡ്ജ് ചെയ്യാതെ കുറ്റപ്പെടുത്താതെ നമ്മൾ അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓരോ മനുഷ്യന്മാരും അവരെ സങ്കടങ്ങൾ പറയുന്നത് പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും ആയിരിക്കില്ല. അതായത് അവര് നമുക്ക് അത് തരും ഇത് തരും അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടായിരിക്കില്ല. ഇപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ അനുഭവിക്കുമ്പോഴാണ് നമുക്കത് അതിന്റെ ആഴം മനസ്സിലാവുള്ളൂ അല്ലെ. അല്ലാത്തടത്തോളം കാലം നമുക്ക് അതിന്റെ ആഴം മനസ്സിലാവില്ല എന്നുള്ളതാണ്. നമ്മൾ പറയുമ്പോ ഇപ്പൊ ആരെങ്കിലും ഒരാളെ പറഞ്ഞു എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പൊതുവെ എന്താ ചെയ്യാറ്, നമ്മളതിനെ കുറ്റപ്പെടുത്തും, ജഡ്ജ് ചെയ്യുകയാണ് ചെയ്യാറ് അല്ലെ. ഈ അങ്ങനെ ചെയ്തോണ്ടാണ്, ഈ ഇങ്ങനെ ചെയ്തോണ്ടാണ്. പക്ഷെ അതിന് പകരം ചേർത്ത് നിർത്തുക. ചേർത്ത് നിർത്താൻ ഭയങ്കര പവറാന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. നമ്മള് നമ്മളെ കുട്ടികളോടാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സിനോടാണെന്നുണ്ടെങ്കിലും പാരന്റ്സിനോടാണെന്നുണ്ടെങ്കിലും എന്ത് പറയുമ്പോഴും ഒന്ന് ചേർത്ത് നിർത്തുക. കാരണം ചേർത്ത് നിർത്തുക. മാം റിഫ മാം, നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ സോഷ്യൽ മീഡിയ വല്ലാതെ അവൈലബിൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിന്റെ സമയത്ത് പലതും കേൾക്കാൻ നമ്മൾ ചെവി വെച്ച് കൊടുക്കാറില്ല. ഈവൻ പാരന്റ്സ് ആയാലും ഗ്രാൻഡ് പാരന്റ്സ് ആയാലും മക്കളായാലും ശരി. അങ്ങനെ ഒരു പിന്നെ സ്റ്റേജിലോട്ട് നമ്മൾ മാറിയാൽ തന്നെ നമ്മുടെ ചുറ്റിലുള്ള ഫാമിലി മാറും. അതിനോടനുബന്ധിച്ചിട്ട് സൊസൈറ്റി തന്നെ മാറ്റം വരും. അതിനുള്ള ക്ഷമ പലർക്കും ഇല്ല. ഒരു അസുഖം, ഒരു ബുദ്ധിമുട്ട്, എനിക്ക് ഇന്നൊരു ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ ഇന്ന കാരണം കൊണ്ടാ ചില സമയങ്ങളിൽ വരുന്നത്. ഓക്കെ, നമ്മളെ കേട്ടെന്നാ മതി. നമുക്ക് ചിലപ്പോൾ റിപ്ലൈ പറയാനുള്ള അറിവൊന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല കേൾവിക്കാരാവാന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത കഴിവാ. അതെ, നമ്മൾ ചേർത്ത് ചിലപ്പോ അവര് വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മൈൻഡിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതെ, നല്ലൊരു ലിസണർ ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ തന്നെ കുറെ ആൾക്കാരുടെ പ്രോബ്ലം സോൾവ് ആവില്ല. യെസ്, ശരിയാണ്. അറ്റ്ലീസ്റ്റ് നമ്മൾ കേട്ടിരുന്നാൽ തന്നെ
ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ നമുക്ക് അറ്റ്ലീസ്റ്റ് കേട്ടിരുന്ന അവർക്ക് അറ്റ്ലീസ്റ്റ് സമാധാനമെങ്കിലും ഉണ്ടാവും അല്ലേ? അതിന് റിപ്ലൈ ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്ന് കൊടുത്താൽ മതി. നമുക്ക് അത് ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്, നമുക്ക് ചെയ്തു കൊടുക്കാം അല്ലേ? എനിത്തിങ് എൽസ് ആഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാട്ടോ. അതേപോലെ നേച്ചറിനൊക്കെ ഭയങ്കര ഹീലിംഗ് പവർ ആണ് അല്ലേ? ഇപ്പൊ കടലാണെന്നുണ്ടെങ്കിലും കായലാണെന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പാടവരമ്പത്താണെന്ന് ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോ നമ്മളൊന്ന് പോയിരിക്കുക. അപ്പോ ഭയങ്കര ഹീലിംഗ് പവർ ആണ്. ഇത് കാറ്റുകളൊക്കെ നമ്മളെ അതായത് നമ്മളെ സങ്കടങ്ങളൊക്കെ കൊണ്ടുപോകുന്നൊക്കെ തോന്നലുണ്ട്. അപ്പോ മാക്സിമം നമ്മൾ നേച്ചറായിട്ടൊരു കണക്ഷന്, നേച്ചർ എന്ന് പറയുമ്പോൾ ഇതിന്റെ സൃഷ്ടാവ് എന്നുള്ളത് പടച്ചോനാണ്. അപ്പൊ പടച്ചോനിലൂടെയാണ് ഈ ഒരു നേച്ചറും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹീലിംഗ് പവറും കാര്യങ്ങളൊക്കെ നേച്ചറിന് കൂടുതലാണ്. അപ്പൊ മാക്സിമം നമ്മൾ ഈ ഫോണുമായിട്ടുള്ള ആ ഒരു ഇതൊക്കെ കുറച്ചിട്ട് ബാക്കിയുള്ള നേച്ചർ, അതേപോലെ നമ്മളെ ഫ്രണ്ട്സ്, ഫാമിലി സർക്കിള് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കുക. അതേപോലെ ഡിജിറ്റൽ ഡിറ്റോക്സ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് മെന്റൽ ഹെൽത്തില്. കാരണം നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഫോണ് കാര്യങ്ങളൊക്കെ ഒരു മണിക്കൂർ അരമണിക്കൂറോ മാറ്റി വെക്കുക. കാരണം നമ്മൾ ഉറങ്ങുന്ന ടൈമില് നമ്മൾ അതിന് മുന്നേ സ്ക്രോൾ ചെയ്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഉറക്കത്തിൽ വരിക അല്ലെ? ഇപ്പോ എന്തെങ്കിലും റീലോ കാര്യങ്ങളോ കണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഉറക്കത്തിൽ വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ഡീറ്റോക്സ് കാര്യങ്ങളൊക്കെ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെൽഫിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് നമ്മളെ സെൽഫിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ ആദ്യം നമ്മളെ സെൽഫിനെ സ്നേഹിക്കുക, എന്നിട്ട് നമ്മൾ വേറെ ആരെ സ്നേഹിക്കാൻ പോകാൻ പാടുള്ളൂ. ഓക്കെ, അത് നമ്മളെ സ്വന്തത്തെ സ്നേഹിച്ചാലാണ് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, കാരണം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ആദ്യം നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, എന്നിട്ട് മതി മറ്റുള്ളവർക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിപ്പോ ഈവൻ പേരൻസ് ആയാലും മക്കളാണെങ്കിലും ആരാണെങ്കിലും. ഓക്കെ, സാർ എന്തോ പറഞ്ഞു തന്നു. അല്ല, ഞാൻ പറയാ, നിങ്ങള് ഇത് പൊടി തട്ടി എടുക്കുമ്പോൾ തന്നെ റിഫയും പൊടി തട്ടി എടുക്കുന്നുണ്ട്. ഉള്ളിലൊരു ട്രെയിനർ ഉണ്ട്. അതിങ്ങനെ അതെ, പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളൂ. മക്കളൊക്കെ ആയിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു പുറത്തേക്ക് വരാൻ ചക്കോടായി പറ്റാത്ത പുറത്തേക്ക് വരുന്നുണ്ട്. അൽഹംദുലില്ലാ സെറ്റാവും. അതെ, ഇൻഷാല്ലാ സെറ്റ് ആക്കണം. ഞാനേ ഇപ്പൊ തസീമാൻ പറഞ്ഞല്ലോ മാം, ഞാൻ ഇന്ന് ലേറ്റ് ആയി പോയത് നമ്മളുടെ ബുക്ക് കിട്ടാൻ ലേറ്റ് ആയി പോയി. അപ്പം ബുക്കിന്റെ വണ്ടിയിലുണ്ട് ബാക്കില്. അപ്പം നാളെ ഞായറാഴ്ച അല്ലേ, മറ്റന്നാൾ അയക്കും കേട്ടോ ബുക്ക്. പിന്നെ അതേപോലെ വേറെ ആരെങ്കിലും ബുക്ക് വാങ്ങാൻ ആരൊക്കെ കണക്ട് ചെയ്തതൊക്കെ ഉണ്ട് ബുക്ക് വാങ്ങാന്, നമ്മളുടെ യുണീക്നെസ് ഹാബിറ്റ്സ് ബുക്ക്. അപ്പൊ അത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവര് ഓർഡർ ചെയ്യുക, നമ്മളെ ടീം മെമ്പേഴ്സിനെ കണക്ട് ചെയ്താൽ മതി. മുർഷിദ, നിങ്ങളെ നമ്പറോ റിഫ നിങ്ങളെ നമ്പറോ ഒന്ന് താഴെ മെൻഷൻ ചെയ്തു. പിന്നെ അതേപോലെ നാളെ നമ്മളുടെ ഒരു ക്ലാരിറ്റി ബോർഡിന്റെ 2ാമത്തെ ബാച്ച് വരുന്നുണ്ട്. 3 മണിക്കൂർ ക്ലാസ്, ഓരോരുത്തരുടെ ലൈഫിലേക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് കറക്റ്റ് ആയിട്ട് എല്ലാ ഡയമെൻഷനും, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കലി, മെന്റലി, സ്പിരിച്വലി, അതിന്റെ കൂടെ ഇമോഷണൽ ലെവലിലും കൂടെ ഉള്ള ഗോളുകൾ സെറ്റ് ചെയ്യാനും, നിങ്ങളുടെ ഫിനാൻസ്, കരിയർ, ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ് എല്ലാം കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം നാളെ 3 മണിക്കൂർ സെഷൻ ഉണ്ട്. 500 രൂപ ഫീസ് ഉള്ളൂ. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. പിന്നെ ടൈം എപ്പോഴായിരുന്നു സർ? അത് 7:30 to 10:30. ഓക്കെ, 2ാമത്തെ ബാച്ചാണ്. പിന്നെ ഏതായാലും മാം ഓപ്പർച്യൂണിറ്റി കിട്ടിയത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഇമ്പ്രൂവ് ആവും. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും. പക്ഷെ പിന്നെ ഇതിപ്പോ ഞാൻ നോക്കി എനിക്ക് ചിന്തിക്കുക. അപ്പം ഞാൻ ഡ്രൈവിങ്ങിലൊക്കെ കയറിക്കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവോ, വീഡിയോ രസം ഉണ്ടാവോ, എനിക്കതൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ ഡ്രൈവിങ്ങിലാണെങ്കിലും എനിക്ക് കയറുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് നിങ്ങളൊക്കെ സംസാരിക്കുന്നത് കേൾക്കാം, ഇഷ്ടപ്പെടാം. അപ്പൊ അതങ്ങനത്തെ നമുക്ക് പിന്നെ ആദ്യമൊക്കെ ഞാനും ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആയിരുന്നു. അങ്ങനെ കാണാൻ രസം ഉണ്ടാവോ, അതുണ്ടാവോ, ഇതുണ്ടാവോ, ഇപ്പൊ സംസാരിച്ചാൽ റെഡി ആവോ. ഇപ്പൊ ഞാൻ പിന്നെ അങ്ങനത്തെ ഒന്നും ചിന്തിക്കലല്ല. ഇന്നിപ്പോ നമ്മളെ ഉസ്നാ നസ്രിന് അവരുടെ ഒരു സ്നത്താന്റെ മാമാസ് കിങ്ഡത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു ഇതുണ്ട്, മറ്റേ എന്താണ് വിന്നേഴ്സ് ക്ലബ്ബ്, അതിലൊരു ക്ലാസ് എടുത്തിരുന്നു. അൽഹംദുലില്ലാ, ഇന്ന് വൈകുന്നേരം 5 മണിക്ക്. അപ്പൊ അതെല്ലാവരും കണക്ട് ഒക്കെ ആയി, അതിലൊക്കെ സന്തോഷം. അൽഹംദുലില്ലാ. അപ്പൊ അങ്ങനെ സെറ്റായി വരും. ബി കൺസിസ്റ്റന്റ്, ബി ഫെയ്ത്ത്ഫുൾ, ബി പേഷ്യന്റ്,
ബി ട്രസ്റ്റ്വർത്തി, Yes, ബി ഹോണസ്റ്റ്, ബി yes. ഗൈഡ്. Spiritual. സെറ്റാക്കി. റിഫ, മുർഷിദ, താങ്ക് യു സോ മച്ച് എല്ലാരോടും. പിന്നെ മാം എല്ലാരോടും താങ്ക് യു സോ മച്ച്. ഏതായാലും അഫ്സൽ സാറിനോട് ബിഗ് താങ്ക്സ്. ഒറ്റ മിനിറ്റ്, ഞാൻ ഇവിടെ നമ്മളെ നമ്പർ ഒന്ന് മെൻഷൻ ആക്കട്ടെ കേട്ടോ. നമ്മളെ ബുക്കിനോ നാളത്തെ ക്ലാരിറ്റി ബോർഡിനോ വേണ്ടിയിട്ടോ ആർക്കെങ്കിലും ജോയിൻ ആക്കാനോ ഏതെങ്കിലും പ്രോഗ്രാം ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ കണക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അയച്ചു തരുന്നതാണ്. നമ്പർ ഒന്ന് പറഞ്ഞേക്ക് മുർഷിദ. നിങ്ങളുടെ നമ്പർ, നിങ്ങളുടെ റെസ്റ്റുറന്റ് ആയിരുന്നെങ്കിലും ഒന്നിവിടെ സംസാരിച്ച് പറഞ്ഞേക്ക്. കാരണം റെക്കോർഡിങ്ങില് മാറ്റം ഉണ്ടാവില്ല. 73 56 58 28 63. ഇനാ മാം എന്തോ പറഞ്ഞിരുന്നോ? ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ ജസ്റ്റ് സാറടുത്ത് താങ്ക് യു പറയാണ്. എനിക്കൊരു ഓപ്പർച്യൂണിറ്റി, ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് തന്നതിന്. കാരണം ഒന്നും ഇതുവരെ ട്രയൽ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ആണ്. അപ്പോൾ ആ വിശ്വാസം, പിന്നെ സാറെ പ്രൊഡക്റ്റ് ആണ്. അപ്പോ കുറച്ചുകൂടി ധൈര്യമായില്ലേ? അതെ അതെ, അങ്ങനെ തന്നെ എല്ലാവരും ധൈര്യം ഉണ്ടാക്കും. അതാണ് പറഞ്ഞ മാതിരി സാർ പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ധൈര്യം അതെ, ഗുരു മോശമില്ല. അപ്പൊ നമ്മള് സാറിന്റെ പ്രൊഡക്റ്റ് ഒന്നല്ല, അഫ്ലഫാന്റെ പ്രൊഡക്റ്റാ. അഫ്ലേ സാറിന് ഞാൻ മെസ്സേജ് പറഞ്ഞു തരും. ആയിക്കോട്ടെ, ഏതായാലും സെറ്റാക്കി. സന്തോഷം. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും തരണം ചെയ്യാ, മുന്നോട്ട് പോവാ. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. എനിക്ക് ഒറ്റൊരു കാര്യം ആഡ് ചെയ്യാനുള്ളൂ. ജീവിതത്തിൽ എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും, എന്ത് തന്നെ ലൈഫിൽ ചെയ്യുകയാണെങ്കിലും അതിൽ 2 കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് എന്തായാലും അതിൽ സക്സസ്ഫുൾ ആയി മാറാൻ പറ്റും മീൻസ് നമ്മളെ പടച്ചോൻ സഹായിക്കും. ഒന്നെന്താന്ന് വെച്ചാല് എപ്പോഴും ഒരു കുട്ടിയുടെ മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ഇരിക്കുക. മീൻസ് ഒരു ചൈൽഡിന്റെ ഒരു ക്യൂരിയോസിറ്റി മൈൻഡിൽ വെക്കുക. ഈഗോ എന്ന് പറഞ്ഞ സംഭവം ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പൊ തന്നെ നമുക്ക് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു തോട്ട് നിങ്ങൾ പൊതുവെ കണ്ടിരിക്കുന്നോ? കുട്ടിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും അവർക്ക് പ്രശ്നമില്ല. അവർക്ക് ചെയ്യാനുള്ളത് ചെയ്യും, അവർക്ക് പറയാനുള്ളത് പറയും. അപ്പൊ ആ ഒരു സംഭവം കൊണ്ടുവരാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാല് സ്നേഹം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ലവ്. ഈ അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും കൊണ്ടുവരും. അത് എന്തെന്നെ ആയിക്കോട്ടെ, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക ആയിക്കോട്ടെ, ക്ലാസ് എടുക്കുക ആയിക്കോട്ടെ, ഭക്ഷണം കൊടുക്കുക ആയിക്കോട്ടെ, എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക ആയിക്കോട്ടെ, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യായിക്കോട്ടെ, ഒരു ബുക്ക് ചെയ്തായിക്കോട്ടെ, എന്തിനും സ്നേഹം എന്ന് പറഞ്ഞ സംഭവം അത് ഉള്ളറിഞ്ഞിട്ടില്ല. ഒറിജിനൽ സ്നേഹം കൂട്ടിയിട്ട് നിങ്ങൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അതിന് ഭയങ്കര ഭംഗിയായിരിക്കും. ആ 2 കാര്യങ്ങൾ മാത്രം ലൈഫിൽ ഫോളോ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്താലും അതിന് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഭംഗി ഉണ്ടാവും, എന്തോ ഒരു പ്രത്യേക ഭംഗി. അപ്പൊ അത് ലൈഫിൽ നല്ലൊരു സ്നേഹമുള്ള വ്യക്തിയായി മാറുക, മറ്റുള്ള മനുഷ്യന്മാരെ ഹെൽപ്പ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവുക, കോൺട്രിബ്യൂഷൻ നമുക്ക് ലൈഫിൽ കിട്ടിയിട്ടുള്ള കഴിവുകളും പേഴ്സണാലിറ്റിയും എല്ലാം മറ്റുള്ളവർക്കും കൂടെ വേണ്ടിയിട്ടും കൂടെ ഉപയോഗപ്പെടുത്തുക. അങ്ങനത്തെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയാൽ തന്നെ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സഹായങ്ങളും ഹെൽപ്പുകളൊക്കെ നമ്മളുടെ ലൈഫിലേക്ക് വരാൻ തുടങ്ങും. ഏതായാലും ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യുക. അതായത് സെറ്റാക്കി. ഞാൻ ഇവിടെ ചെറിയൊരു ബുക്ക് ഒന്ന് കൊടുക്കേണ്ടിയുണ്ട്. ഇവിടെ ഇരിക്കുകയാണ്. ഓക്കെ എന്നാല് ഞാൻ ലീവ് ചെയ്യുന്നുണ്ടേ. താങ്ക് യു, ബൈ ബൈ. ഓക്കെ, താങ്ക് യു സാർ. ഡ്രൈവിംഗിന്റെ ഇടയിൽ സാർ വന്നല്ലോ. റെക്കോർഡിംഗ് ഓഫ് ആക്കാം.